ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വേദിക് വ്ളോഗ്സ്. മാർച്ച് 27 ബ്രഹ്മാണ്ഡ സിനിമ എമ്പുരാനുമായി ലാലേട്ടനും പൃഥ്വിയും വരികയാണ്. പ്രതീക്ഷകൾ വാനോളമാണ്. അനവധി റെക്കോർഡുകൾ എമ്പുരാൻ തകർക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കേരള ബോക്സ് ഓഫീസ് ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന പ്രതീതിയാണ് എവിടെയും. എന്നാൽ എമ്പുരാൻ ലോകം കീഴടക്കുന്നതിനു മുമ്പ് നമുക്ക് വീണ്ടും പിന്നോട്ടു പോയി മോഹൻലാലിൻ്റെ മറ്റു ചില റെക്കോർഡുകൾ നോക്കാം. ജീവിച്ചിരിക്കുന്ന ഈ ഇതിഹാസം ഇതിനകം കൈവശപ്പെടുത്തിയിരിക്കുന്ന ചില ഗിന്നസ് വേൾഡ് റെക്കോർഡ്സാണ് ഇതെല്ലാം. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി പടം എന്ന റെക്കോർഡ് നേടിയ പുലിമുരുകനാണ് മോഹൻലാലിന് ഗിന്നസ് റെക്കോർഡ് നേടിക്കൊടുത്ത ഒരു ചിത്രം. പുലിമുരുകൻ ഒരു 3D ഫിലിം പ്രദർശനത്തിൽ ഏറ്റവും കൂടുതൽ പേർ പങ്കെടുക്കുന്നതിൻ്റെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി. പുലിമുരുകൻ എന്ന ചിത്രത്തിൻ്റെ 3D പതിപ്പിൻ്റെ പ്രദർശനം കേരളത്തിലെ അങ്കമാലിയിലെ അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ നടന്നു. 2017 ഏപ്രിൽ 12 നടന്ന ആ സ്ക്രീനിങ്ങിൽ 12,526 പേർ പങ്കെടുത്തു. ഇത് ഒരു വേൾഡ് റെക്കോർഡാണ്. ഹോളിവുഡ് ചിത്രമായ മെൻ ഇൻ ബ്ലാക്ക് 3 ആയിരുന്നു ഇതിനു മുമ്പ് ഈ റെക്കോർഡ് കൈവശം വെച്ചിരുന്നത്. നമുക്ക് മോഹൻലാലിൻ്റെ രണ്ടാമത്തെ ഗിന്നസ് റെക്കോർഡ് എന്തിനാണെന്ന് നോക്കാം. ഏറ്റവും ദൈർഘ്യമേറിയ ഡോക്യുമെൻ്ററി ചിത്രത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൈവശപ്പെടുത്തിയ 100 Years of Chrysostom എന്ന ഡോക്യുമെൻ്ററിയിൽ മോഹൻലാൽ പങ്കാളിയായിരുന്നു. 48 മണിക്കൂറും 10 മിനിറ്റും ദൈർഘ്യമുള്ള ഈ ഡോക്യുമെൻ്ററിക്ക് അദ്ദേഹം ശബ്ദവിവരണം നൽകി. 100 Years of Chrysostom എന്ന ഡോക്യുമെൻ്ററി മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് ഓഫ് മലബാറിലെ മെട്രോപൊളിറ്റൻ എമറിറ്റസ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റമിനെ കുറിച്ചാണ്. സൗദി അറേബ്യൻ ഡോക്യുമെൻ്ററിയായ വേൾഡ് ഓഫ് സ്നേക്സ് കൈവശം വെച്ചിരുന്ന 21 മണിക്കൂർ എന്ന മുൻ റെക്കോർഡിനെ മറികടന്നാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഡോക്യുമെൻ്ററി ചിത്രമായി ഈ ഡോക്യുമെൻ്ററി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത്. മോഹൻലാൽ ഡോക്യുമെൻ്ററിക്ക് ശബ്ദവിവരണം നൽകിയപ്പോൾ ഈ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകൻ ബ്ലസ്സിയാണ്. ഇനി നമുക്ക് ലാലേട്ടൻ്റെ മൂന്നാമത്തെ ഗിന്നസ് റെക്കോർഡ് എന്തിനാണെന്ന് നോക്കാം. മോഹൻലാലിൻ്റെ ആരാധക സംഘടനയായ ലാൽ കെയേഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി ബോക്സ് നിർമ്മിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി. മോഹൻലാലിൻ്റെ ആരാധകർ ലാൽ കെയേഴ്സ് എന്ന ബാനറിൽ ഷാർജ ചാരിറ്റിയുമായി സഹകരിച്ച് നടന് ആദരവായി ഒരു ഭീമൻ ചാരിറ്റി ബോക്സ് നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി ബോക്സായി ഈ ചെസ്റ്റ് ബോക്സ് അംഗീകരിക്കപ്പെടുകയും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടുകയും ചെയ്തു. അപ്പോൾ ലാലേട്ടൻ്റെ 3 ഗിന്നസ് റെക്കോർഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ കൂട്ടുകാരെ? ഇനിയും ഇതുപോലെയുള്ള നുറുങ്ങു സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. ദിസ് ഈസ് വേദിക് നിമൽ സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.